Now let us see what are the various types of floor covering materials. Floor covering എന്തൊക്കെ type of materials ഉണ്ടെന്ന് നോക്കാം. Floor covering materials provide strength, comfort, safety and decoration. ഈ floor covering material എന്താ നമുക്ക് തരുന്നത്? Floor covering material ഉപയോഗം എന്താണ്? They provide strength, comfort, safety and decoration. Selection of flooring material depends upon the factors such as cost, strength, sound insulation, comfort and ease of cleaning. So different type of floor covering materials which are commonly used in floor construction are: first one, brick flooring. Brick flooring. It is a cheap type of flooring material suitable for warehouses, stores and godowns. ഇത് വളരെ ചീപ്പാണ് ആൻഡ് സൂട്ടബിൾ ഫോർ warehouses, stores and godowns. So brick flooring ആണ് one of the cheapest flooring material and it is suitable for warehouses, stores and godowns. Over well compacted and leveled ground, a layer of lean cement concrete mix is laid in 10 cm thickness and over this bedding bricks are placed in proper bonds. So brick flooring എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? വെൽ കോമ്പാക്റ്റഡ് ആൻഡ് ലെവൽ ഗ്രൗണ്ടിന്റെ പുറത്ത് ഒരു ലെയർ ഓഫ് ലീൻ സിമെന്റ് കോൺക്രീറ്റ് മിക്സ് ഇസ് ലേഡ്. ഒരു 10 cm thickness വരുന്ന ലീൻ കോൺക്രീറ്റ് മിക്സ് ആണ് അതിന്റെ പുറത്ത് ലേ ചെയ്യുന്നത്. Over well compacted and leveled ground. Over well compacted and leveled ground. ഒരു well compacted level groundന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? Lean concrete mix of 10 cm thickness. Lean concrete mix of 10 cm thickness is laid. ആദ്യം നമ്മൾ നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കും ഗ്രൗണ്ടിനെ. അതിന്റെ മുകളിൽ ഒരു 10 cm thicknessiൽ ലീൻ കോൺക്രീറ്റ് മിക്സ് ലേ ചെയ്യും. അതിന്റെ പുറത്ത് ഓവർ ദിസ് ബെഡിങ് ബ്രിക്സ് ആർ പ്ലേസ്ഡ് ഇൻ പ്രോപ്പർ ബോർഡ്. സോ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ബ്രിക്സ് ആർ placed in bonds. ഈ ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ബോൺസ് എന്ന് പറയുന്നത്. പല ടൈപ്പാണ് നിങ്ങൾ ബ്രിക്സിൽ പഠിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ബ്രിക്ക് ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രൗണ്ടിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കും. അതിന്റെ പുറത്ത് ഒരു 10 cm thicknessiൽ ലീൻ കോൺക്രീറ്റ് മിക്സ് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പുറത്താണ് നമ്മൾ എന്താണ് സൂട്ടബിൾ ബോൺസിൽ ബ്രിക്സിനെ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ജോയിൻഡ് ഇൻ സിമെന്റ് ഓർ ലൈം മോർട്ടാർ. Is joined in cement or lime mortar. Cement or lime mortar ഉപയോഗിച്ചാണ് ഇതിനെ ജോയിൻ ചെയ്ത് എടുക്കുന്നത്. The floor is durable, sufficiently hard and non slippery. Brick flooring എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കും, നോൺ സ്ലിപ്പറി ആയിരിക്കും, അതുപോലെ തന്നെ സഫിഷ്യന്റ്ലി ഹാർഡ്, അത്യാവശ്യം ഹാർഡും ആയിരിക്കും. ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കും, നോൺ സ്ലിപ്പറി ആയിരിക്കും, സഫിഷ്യന്റ്ലി ഹാർഡ് ആയിരിക്കും. ബ്രിക്ക് ഫ്ലോറിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റിപ്പയർ ചെയ്തെടുക്കാം. ദേ ക്യാൻ ബി ഈസിലി റിപ്പയർ. ബ്രിക്ക് ഫ്ലോറിങ്ങിനെ പെട്ടെന്ന് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം, എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാം. അത് വളരെ ചീപ്പാണ്. നമ്മൾ സാധാരണ കൺവെൻഷൻ ഫ്ലോറിംഗ് വെച്ച് നോക്കുമ്പോൾ ബ്രിക്ക് ഫ്ലോറിംഗ് ചീപ്പാണ്. ആൻഡ് ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ടർ അബ്സോർബിങ്. അതാണ് അതിന്റെ ഡ്രോബാക്ക്. അബ്സോർബ്സ് വാട്ടർ. സോ ഡാംനെസ് ഉണ്ടാവും. ബ്രിക്ക് ഫ്ലോറിംഗ് ആണെങ്കിൽ പെട്ടെന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. അതാണ് അതിന്റെ ഡ്രോബാക്ക്.
So brick flooring എന്ന് പറയുന്നത് it is the cheapest when compared to the other conventional flooring material. അത് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത് വെയർ ഹൗസസ്, സ്റ്റോർസ് ആൻഡ് ഗോഡൌൺസിലാണ്. എങ്ങനെയാണ് നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെൽ കോമ്പാക്റ്റഡ് ആൻഡ് ലെവൽഡ് ഗ്രൗണ്ടിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഒരു 10 cm തിക്നെസ് വരുന്ന ലീൻ കോൺക്രീറ്റ് മിക്സ് ഒഴിക്കും. സോ ലീൻ കോൺക്രീറ്റ് മിക്സ് വെച്ചതിന് ശേഷം അതിന്റെ പുറത്ത് നമ്മൾ ബോൺസിലായിട്ട് ബ്രിക്ക് വയ്ക്കും. പല പല ബോണ്ട് ഉപയോഗിച്ച് ബ്രിക്സിനെ പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനെ സിമെന്റ് അല്ലെങ്കിൽ ലൈം മോർട്ടാർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യും. സോ ബ്രിക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കും, ചീപ്പ്, നോൺ സ്ലിപ്പറി ആണ്, സഫീഷ്യന്റ്ലി ഹാർഡും ആണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്തെടുക്കാം. പക്ഷെ അതിന്റെ ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വാട്ടർ അബ്സോർബ് ചെയ്യും. It absorbs water. Now the second one is concrete flooring. Concrete flooring it is the most commonly used in residential as well as public building. It is the most common in residential buildings-ലും public buildings-ലും ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് എന്ത്? കോൺക്രീറ്റ് ഫ്ലോറിംഗ്. Thickness of this flooring is never more than 4 cm. So ഇതിന്റെ thickness എപ്പോഴും 4 cm അകത്തായിരിക്കും. 4 cm കൂടുതൽ thickness ഇല്ല. And it is constructed by 1:2:4 cement concrete. 1:2:4 cement concrete ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. Cement is to sand aggregates ratio ആണ് ഈ പറയുന്ന മിക്സ് പ്രൊപ്പോർഷൻ ആണ് 1:2:4. So for the construction of this, floors and cushion of 15 cm is provided on earth surface. So cement concrete flooring in ആദ്യം 15 cm floor sand cushion provide ചെയ്യും. Then അതിനെ വാട്ടർ ചെയ്ത് റാം ചെയ്യും. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനെ റാം ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ ഇടിച്ച് കോമ്പാക്ട് ചെയ്യുന്നതിനാണ് റാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിങ്ങിന് വേണ്ടി ആദ്യം 15 cm ഫ്ലോർ സാൻഡ് കുഷൻ പ്രൊവൈഡ് ചെയ്യും. 15 cm ഫ്ലോർ സാൻഡ് കുഷൻ. പിന്നെ എന്ത് ചെയ്യും? അതിനെ വാട്ടർ ചെയ്ത് റാം ചെയ്യും. It is watered and ran. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇടിച്ച് നിർത്തും, റാം ചെയ്യും. എന്നിട്ട് ഒരു 10 cm തിക്ക് കോൺക്രീറ്റ് ബേസ് ഇതിന്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ടോപ്പിംഗ് ഓഫ് 10 cm ബേസ് സിമെന്റ് കോൺക്രീറ്റ്. ഒരു 10 cm കോൺക്രീറ്റ് ബേസ് പ്രൊവൈഡ് ചെയ്യും. ആദ്യം നമ്മൾ ഒരു സാൻഡ് കുഷൻ, ഫ്ലോർ സാൻഡ് കുഷൻ ഓഫ് 15 cm അതിനെ വാട്ടർ ചെയ്ത് റാം ചെയ്ത് അതിന്റെ പുറത്ത് ടോപ്പിംഗ് ആയിട്ട് കോൺക്രീറ്റ് ബേസ് കൊടുക്കും 10 cm തിക്ക്. ദെൻ ലൈം കോൺക്രീറ്റ് അല്ലെങ്കിൽ ലീൻ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് കോൺക്രീറ്റ് ബേസ്. കോൺക്രീറ്റ് ബേസ് ഉണ്ടാക്കാൻ ലൈം കോൺക്രീറ്റോ ലീൻ കോൺക്രീറ്റോ ആണ് യൂസ് ചെയ്യുന്നത്. ലൈം കോൺക്രീറ്റോ ലീൻ കോൺക്രീറ്റോ യൂസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ദ സർഫസ് ഓഫ് ബേസ് കോൺക്രീറ്റ് ഇസ് മോയിസ്റ്റൻഡ് വിത്ത് വാട്ടർ. ദെൻ അതിന്റെ സർഫസിനെ വെള്ളം കൊണ്ട് മോയിസ്റ്റൻ ചെയ്യും. ബേസ് കോൺക്രീറ്റിലെ തന്നെ വാട്ടർ കൊണ്ട് നനയ്ക്കും. നനച്ചതിന് ശേഷം എന്ത് ചെയ്യും? The topping is then laid in square or rectangular panels by use of glass or asbestos strips or by use of wooden battens set on mortar bed. So നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈം കോൺക്രീറ്റോ ലീൻ സിമെന്റ് കോൺക്രീറ്റോ യൂസ് ചെയ്ത്
കോൺക്രീറ്റ് ബേസ് കൺസ്ട്രക്ട് ചെയ്യും. ആൻഡ് ദ സർഫസ് ഓഫ് കോൺക്രീറ്റ് ബേസ് ഇസ് മോയ്സ്റ്റൻ വിത്ത് വാട്ടർ. അതിന്റെ സർഫസിനെ വാട്ടർ കൊണ്ട് നനയ്ക്കും. ഇനി അതിനൊരു ടോപ്പിംഗ് ഇസ് ലേഡ്. Then topping is laid in square or rectangular panels. In square or rectangular panels. അതിന് ടോപ്പിംഗ് വരുന്നത് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ പാനൽസ് ഉപയോഗിച്ചാണ് ടോപ്പിംഗ് ലേ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ദി യൂസ് ഓഫ് ഗ്ലാസ് ഓർ പ്ലെയിൻ ആസ്ബെസ്റ്റോസ്. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലെയിൻ ആസ്ബെസ്റ്റോസ് യൂസ് ചെയ്യും. ഗ്ലാസ് ഓർ പ്ലെയിൻ ആസ്ബെസ്റ്റോസ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ വുഡൻ ബാറ്റൻസ് ഓൺ മോർട്ടാർ ബെഡ്. അല്ലെങ്കിൽ വുഡൻ ബാറ്റൻസ് ഓൺ മോർട്ടാർ ബെഡ് ഒക്കെ ആയിരിക്കും ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പാനൽസ് യൂസ് ചെയ്തതിനു ശേഷം സിമെന്റ് ഗ്രൗണ്ട് സപ്ലൈ ടു ദ ബേസ് ബിഫോർ ലേയിങ് ദ ടോപ്പിംഗ്. ടോപ്പിംഗിന് മുമ്പ് സിമെന്റ് ഗ്രൗണ്ടും കൂടെ അപ്ലൈ ചെയ്യും. സിമെന്റ് ഗ്രൗണ്ട് സപ്ലൈ ബിഫോർ ലേയിങ് ദ ടോപ്പിംഗ്. ടോപ്പിംഗ് ലേ ചെയ്യുന്നതിന് മുമ്പ് സിമെന്റ് ഗ്രൗണ്ട് അപ്ലൈ ചെയ്യും. Then topping concrete is poured into alternate base at a time. Topping concrete alternate base ആയിട്ടാണ് pour ചെയ്യുന്നത്. ടോപ്പിംഗ് കോൺക്രീറ്റ് ഓൾട്ടർനേറ്റ് ബേസിലായിട്ട് pour ചെയ്യും. അത് കഴിഞ്ഞ് ആഫ്റ്റർ 3 days റെസ്റ്റ് ഓഫ് ദ ബേസ് ആർ കോൺക്രീറ്റഡ്. ആഫ്റ്റർ 3 days റെസ്റ്റ് ഓഫ് ദ ബേസ് ആർ കോൺക്രീറ്റഡ്. ആദ്യം ഒരു സമയത്ത് നമ്മൾ ഈ ടോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യണമല്ലോ, അത് നമ്മൾ ബേസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ടോപ്പിംഗ് നമ്മൾ ബേസ് ആയിട്ട് ഡിവൈഡ്, നമ്മൾ ഈ പറഞ്ഞ ടോപ്പിംഗ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ പാനൽസ് ആയിട്ടാണ് ടോപ്പിംഗ് ലേ ചെയ്യുന്നത്. പാനൽസിനെ തന്നെയാണ് ഈ ബേൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഓൾട്ടർനേറ്റ് ബേസിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് 3 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഇടയിലുള്ള ബാക്കി വിട്ടുപോയ ബേസിനെ എല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നത്. Finally, it is smoothened with the help of trowel and cured for at least 1 week. Smoothened with trowel and cured for 1 week. ഇത് ഫുൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ട്രവൽ എന്ന് പറഞ്ഞാൽ കരണ്ട് ട്രവൽ ഉപയോഗിച്ച് അതിനെ സ്മൂത്തൻ ചെയ്തെടുത്തിട്ട് ഒരു വീക്കിന് അറ്റ്ലീസ്റ്റ് ഒരു 1 week എങ്കിലും അതിനെ ക്യൂർ ചെയ്യും. കളേർഡ് സിമെന്റ് ഇസ് യൂസ് ടു ഗെറ്റ് ഡിസയർഡ് ഫിനിഷ്. നമുക്ക് വേണ്ട ഫിനിഷിന് വേണ്ടി കളേർഡ് സിമെന്റ് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ട ഒരു ഫിനിഷിന് വേണ്ടി കളേർഡ് സിമെന്റ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്. The third type of floor covering is tiled flooring. Third type is tiled flooring. Third type is tiled flooring. So ഇവിടെ എന്താണ് നമ്മൾ ടൈൽസ് ആണ് പറയുന്നത്. ടൈൽഡ് ഫ്ലോറിംഗ് വരുന്നതാണ് നമ്മുടെ ടൈൽസ്. Clay tiles of different sizes, shapes, thickness, colors made of clay, cement or terrazzo are used for tiled flooring. Tiled flooring നെ യൂസ് ചെയ്യുന്നത് clay tiles.
which are made of clay, cement or clay, cement or terrazzo. Clay, cement or terrazzo. It will be of different shape, size, thickness and colors. പല ഷേപ്പിലും സൈസിലും തിക്നെസ്സിലും കളറിലും ഉള്ള ക്ലേ കൊണ്ടോ സിമെന്റ് കൊണ്ടോ ടെറാസോ കൊണ്ടോ ഉണ്ടാക്കി ടൈൽസ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. They are placed on a concrete base using thin layer of rich cement mortar. They are placed on concrete base using thin layer of rich cement mortar. Using thin layer of rich cement mortar. ഒരു നല്ല റിച്ച് സിമെന്റ് മോർട്ടാറിന്റെ തിൻ ലെയർ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ബേസിൽ ടൈൽസ് പ്ലേസ് ചെയ്യുന്നത്. They are non-absorbent, good-looking, durable, easily repairable and permits quick work. എന്തൊക്കെയാണ് അതിന്റെ ട്രേറ്റ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ്? They permit quick work, പെട്ടെന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. നോൺ അബ്സോർബന്റ് ആണ്, ഗുഡ് ലുക്കിംഗ്, ഈസിലി റിപ്പയറബിൾ ആണ്, ഡ്യൂറബിൾ ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, ഈസിലി റിപ്പയറബിൾ ആണ്, ഡ്യൂറബിൾ ആണ്, ക്വിക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഈസിലി ഡ്യൂറബിൾ ആണ്, നോൺ അബ്സോർബന്റ് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, ഡ്യൂറബിൾ ആണ്. They are costlier than cement concrete flooring and depends upon the type of tile being used. കുറച്ച് costly ആണ് and depends on the type. Now commonly used flooring tiles are terrazzo tiles, ceramic tiles, vertified tiles and PVC tiles. Terrazzo, vertified, PVC, ceramic. ഇതൊക്കെയാണ് commonly used tiles. Terrazzo tiles, vertified tiles, vitrified tiles, PVC tiles, ceramic tiles ഒക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് ടെറാസോ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ poured in place or precast. Terrazzo is a composite material which is poured in place or precast. ഒന്നെങ്കിൽ അത് പ്രീകാസ്റ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പോർ ചെയ്തെടുക്കുന്ന ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് ടെറാസോ. ഇനി സെറാമിക് ടൈൽസിന് രണ്ട് ഫോംസ് ഉണ്ട്, ഗ്ലേസ്ഡും ഉണ്ട് അൺഗ്ലേസ്ഡും ഉണ്ട്. സെറാമിക് ടൈൽസിനകത്ത് തന്നെ ഗ്ലേസ്ഡും വരും അൺഗ്ലേസ്ഡും വരും. സെറാമിക് ടൈൽസിനകത്ത് ഗ്ലേസ്ഡും ഉണ്ട് അൺഗ്ലേസ്ഡും ഉണ്ട്. ഇനി ടെറാസോ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. അതിനകത്ത് ടെറാസോയിൽ പല പല സാധനങ്ങൾ വരും, ലൈക്ക് marble, quartz, glass അല്ലെങ്കിൽ suitable chips poured with a binder. Now, vitrified tiles are made by fusing silica and clay. Vitrified tiles ഉണ്ടാക്കി എടുക്കുന്നത് by fusing silica and clay. ക്ലേയും സിലിക്കയും കൂടെ ഫ്യൂസ് ചെയ്തെടുക്കുമ്പോഴാണ് vitrified tiles ഉണ്ടാക്കി എടുക്കുന്നത്. And then it is burned to high temperature producing non-porous tile with glass-like texture. Non-porous glass-like texture വരുന്ന ടൈലായിട്ടാണ് vitrified tiles കിട്ടുന്നത്. അതെങ്ങനെ കിട്ടും? Burn to high temperature.
സിലിക്കയും ക്ലേയും കൂടെ ഫ്യൂസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുമ്പോൾ ഗ്ലാസ് ലൈക്ക് ടെക്സ്ചറുള്ള നോൺ പോറസ് ഒരു ടൈല് കിട്ടും. അതാണ് ഈ വിട്രിഫൈഡ് ടൈൽസ്. വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നതാണ് സാധാരണ എല്ലാ ടൈൽസിനേക്കാളും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. PVC ടൈൽസും കോസ്റ്റ്ലി ആണ്, പക്ഷെ ആൻഡ് അക്കൗസ്റ്റിക്കലി ദേ ഹാവ് സുപ്പീരിയർ and they are although they are combustible. PVC ടൈൽസിന് അക്കൗസ്റ്റിക്സ് കൂടുതലാണ്, പക്ഷെ അത് കോസ്റ്റ്ലി ആയിരിക്കും, അതുപോലെ തന്നെ കമ്പസ്റ്റബിളും ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ടൈൽഡ് ഫ്ലോറിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. Now fourth one is wooden flooring. Wooden flooring എന്താണ്? Wooden flooring is used in dancing halls, auditoriums, skating halls, cinema halls, badminton courts, etc. and they possess natural beauty. Wooden floors-ന് എന്തുണ്ട്? നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. അതെവിടെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാൻസിങ് ഹാൾസ്, auditorium, skating halls, cinema halls, പിന്നെ ബാഡ്മിന്റൺ കോർട്സ്. ഇവിടെയൊക്കെയാണ് വുഡൻ ഫ്ലോറിംഗ്. വുഡൻ ഫ്ലോറിംഗിന്റെ പ്രത്യേകത അതിനൊരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. ആൻഡ് ദേ ആർ പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് ഡാൻസിങ് ഹാൾസ്, ഓഡിറ്റോറിയം, സ്കേറ്റിംഗ് ഹാൾസ്, സിനിമ ഹാൾസ്, ബാഡ്മിന്റൺ കോർട്സ്. Now the fifth and the last type of flooring material is stone flooring. സ്റ്റോൺസിനെ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്റ്റോൺ ഫ്ലോറിംഗ് എന്ന് പറയും. അതിനകത്താണ് നമ്മുടെ മാർബിള്, ഗ്രാനൈറ്റ് ഒക്കെ വരുന്നത്. സോ സ്റ്റോൺസ് ആർ അവൈലബിൾ ഓഫ് വേരിയസ് ഷേപ്സ് ആൻഡ് സൈസ് ആൻഡ് ഈച്ച് ആർ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Stones of different size and shape with different character, different size and shape and characteristics. പല ഷേപ്പിലും സൈസിലും ക്യാരക്ടറിസ്റ്റിക്സിലും ഉള്ള സ്റ്റോൺസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് മാർബിൾ, ഗ്രാനൈറ്റ്, ഡോൾപൂർ സ്റ്റോൺ, കടപ്പ സ്റ്റോൺ, കോട്ട സ്റ്റോൺ ഒക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് സ്റ്റോൺസ് ആർ നോൺ ഫ്രം ദ പ്ലേസ് വേർ ദേ ആർ അവൈലബിൾ ആൻഡ് സ്റ്റോൺസ് സച്ച് ആസ് ജസാൽമ, ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾ ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് ടെക്സ്ചർ ആൻഡ് കളർ. ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ്, മാർബിൾ. Then they are available in different texture and color also. പല ടെക്സ്ചറിലും കളറിലും അവൈലബിൾ ആണ്. ഡിഫറെന്റ് കളർ ആൻഡ് ടെക്സ്ചർ. അത് എവിടെ നിന്നാണോ അവൈലബിൾ ആയിട്ടുള്ള ആ പേര് വെച്ചിട്ടാണ് അത് അറിയപ്പെടുന്നത്. Then the rate depends according to properties and texture. ഈ സ്റ്റോൺസിന്റെ റേറ്റ് അതിന്റെ ടെക്സ്ചറിനെയും പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യും. Rate depends on property and the texture. Then for laying stone floors, bedding usually of cement mortar or lime mortar of average thickness 20 mm is made. Average 20 mm തിക്നെസ്, ഒരു 20 mm ആവറേജ് തിക്നെസ് വരുന്ന സിമെന്റ് മോർട്ടാർ അല്ലെങ്കിൽ ലൈം മോർട്ടാർ ബെഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ലൈം മോർട്ടാർ ഓർ സിമെന്റ് മോർട്ടാർ ബെഡിംഗ്.
ഒരു ആവറേജ് 20 mm തിക്നെസ് ഉള്ള സിമെന്റ് മോർട്ടാർ കൊണ്ടോ അല്ലെങ്കിൽ ലൈം മോർട്ടാർ കൊണ്ടുള്ള ഒരു ബെഡിങ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ദെൻ സ്റ്റോൺ ഫ്ലോർസ് ആർ പ്ലേസ്ഡ് വിത്ത് ജോയിന്റ്സ് ഓർ with thin joints of 3 mm or thick joints of 5 mm. Stone floors placed with 3 mm or 5 mm joints. So cement mortar അല്ലെങ്കിൽ lime mortar beddingന്റെ പുറത്ത് stone floors place ചെയ്യും with 3 mm or 5 mm joints. അത് കഴിഞ്ഞ് stone slabs cleaned and washed are laid on top. ഏറ്റവും ടോപ്പിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത സ്റ്റോൺ സ്ലാബ്സ് പ്ലേസ് ചെയ്യും. ഇറ്റ് ഈസ് pressed and moved around so that all hollows underneath get filled and surplus cement works up through the joints. അതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് മൂവ് ചെയ്യും. ഇറ്റ് ഈസ് pressed and moved around. ടൈൽസ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ചുറ്റും മൂവ് ചെയ്തെടുക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സോ ദാറ്റ് ഓൾ hollows get filled. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഹോളോസും ഫിൽ ആവും. excess cement comes out through the joints. ജോയിന്റ് കൂടെ എക്സസ് സിമെന്റ് വരും. ജോയിന്റ്സിൽ കൂടെ എക്സസ് സിമെന്റ് വെളിയിൽ വരികയും ചെയ്യും. എല്ലാ ഹോളോസും ഫിൽ ആയിട്ടും കിട്ടും. The top is tapped with wooden mallets and brought level with adjoining slab. Top is tapped with wooden mallet. വുഡൻ മാലറ്റ് ഉപയോഗിച്ച് ഇതിന്റെ ടോപ്പ് ടാപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് ബ്രോട്ട് ലെവൽ വിത്ത് അഡ്ജോയിനിങ് സ്ലാബ്. ഇറ്റ് ഇസ് ബ്രോട്ട് ലെവൽ വിത്ത് അഡ്ജോയിനിങ് സ്ലാബ്. സോ ഇങ്ങനെയാണ് സ്റ്റോൺ ഫ്ലോറിംഗ് വെക്കുന്നത്. സ്റ്റോൺ ഫ്ലോറിംഗിന് ആദ്യം ഒരു 20 mm ആവറേജ് തിക്നെസ് ഉള്ള ലൈം മോർട്ടാർ അല്ലെങ്കിൽ സിമെന്റ് മോർട്ടാർ ബെഡിങ് പ്രൊവൈഡ് ചെയ്തിട്ട് സ്റ്റോൺ ഫ്ലോർസ് അതിന്റെ പുറത്ത് പ്ലേസ് ചെയ്യും വിത്ത് ജോയിന്റ് ഓഫ് 3 mm or 5 mm. അതിന്റെ പുറത്ത് സ്റ്റോൺ സ്ലാബ്സ്, അതായത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത സ്റ്റോൺ സ്ലാബ്സ് അതിന്റെ പുറത്ത് ലേ ചെയ്യും. ലേ ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇറ്റ് ഇസ് പ്രസ്ഡ് ആൻഡ് മൂവ്ഡ് അറൗണ്ട്. അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാ ഹോളോസും ഫിൽഡ് ആയിട്ട് എക്സസ് സിമെന്റ് ഈ ജോയിന്റ് കൂടെ വെളി വരും. എന്നിട്ട് അതിന്റെ ടോപ്പിനെ വുഡൻ മാലറ്റ് കൊണ്ട് ടാപ്പ് ചെയ്തിട്ട് അഡ്ജോയിനിങ് സ്ലാബുമായിട്ട് ലെവലിൽ വരുത്തും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോർ കവറിംഗ് മെറ്റീരിയൽസ്. ഏതൊക്കെയായിരുന്നു ഫ്ലോർ കവറിംഗ് മെറ്റീരിയൽസ്? ഫസ്റ്റ് വൺ ബ്രിക്ക് ഫ്ലോറിംഗ്, സെക്കൻഡ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്, then tiled flooring, fourth one wooden flooring, and the final one stone flooring.